സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിന്റെ കയ്യിലുള്ളത് എത്ര വിലയേറിയതാണെന്നോ എത്ര ശക്തിയുള്ളതാണെന്നോ അതൊന്നും ദൈവത്തിന് വിഷയമുള്ളതല്ല. നിന്റെ കയ്യിൽ എന്താണുള്ളത്? ചില ആളുകളെ സംബന്ധിച്ച് ദൈവം നല്ല കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ചിലർ ഇതുപോലെ നല്ലതായിട്ട് കീബോർഡ് വായിക്കും, ചിലരാണെങ്കിൽ നന്നായിട്ട് തബല വായിക്കും. തബല വായിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എത്ര വേഗത്തിലാണ് അവരുടെ വിരലുകൾ ചലിപ്പിച്ച് വളരെ താളത്തോടെ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? നമുക്ക് ചെയ്യാൻ കഴിയുമോ? നമ്മൾ കൂടി വന്നാൽ കൈയടിക്കുമായിരിക്കും അല്ലേ? ചിലർ ഒരുപാട് കഷ്ടപ്പെടും, അധ്വാനിക്കും. അതും ഒരു ദൈവത്തിൻ്റെ വരമാണ്. വിയർപ്പ് ഒഴുകുമ്പോഴും ശരീരം ക്ഷീണിക്കുമ്പോഴും അവർ ആഗ്രഹിച്ചതായ പണി തീർക്കുന്നതുവരെ അവർ കഷ്ടപ്പെടും. കൂടുതലും കൃഷി ചെയ്യുന്ന ആളുകൾ, ഹാർഡ് വർക്ക് ചെയ്യുന്നതായ ആളുകൾ ഒരുപാട് അധ്വാനിക്കും. അധ്വാനശീലൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നാൽ മറ്റു ചില സുഖലോലുപതയിൽ ജീവിക്കുന്നവർ കേട്ടിട്ടില്ലേ? അതുപോലെ അടുത്തതെന്താണ്? ഓർഗനൈസ് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ. ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് പിന്നെ ചെയ്യേണ്ടത്, പ്രയോറിറ്റി ഏതാണ് പ്രധാനം, ഏതാണ് അപ്രധാനം എന്നുള്ളത് വേർതിരിക്കാൻ ആവശ്യമായ ജ്ഞാനം ചിലർക്ക് ഉണ്ട്. ചിലരാണെങ്കിൽ എല്ലാ പണിയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി നോക്കും. ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് പിന്നെ ചെയ്യേണ്ടത്? പരീക്ഷയിൽ പലരും പരാജയപ്പെടുന്നതിന് കാരണം അവർ നല്ലവണ്ണം പഠിക്കുമായിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസിലും കുറച്ച് ക്വസ്റ്റ്യൻസ് അവർക്ക് അറിയില്ലായിരിക്കും. അവർ എന്തു ചെയ്യുമെന്നറിയാമോ? അറിയാത്ത ക്വസ്റ്റ്യനെ കുറിച്ച് ആലോചിച്ച് ഇരിക്കുമ്പോഴായിരിക്കും മണിയടിക്കുന്നത്. അറിയാവുന്ന ഉത്തരം അവർക്ക് എഴുതാൻ കഴിയില്ല, സമയം കിട്ടില്ല. ആദ്യം അറിയാവുന്നത് എഴുതണം, പിന്നീട് അറിയാത്തതിനെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ള ആലോചന. ഇങ്ങനെയുള്ളതായ ഈ ജ്ഞാനം നമ്മുടെ ഇടയിൽ ചില ആളുകൾക്ക് കുപ്പയിലെ മാണിക്യത്തെ പോലെ. കുപ്പയിലെ മാണിക്യമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതറിയാൻ കഴിയില്ല, അതിൻ്റെ വില അറിയത്തില്ല. എന്നാൽ കുപ്പയിൽ കിടക്കുന്ന മാണിക്യത്തെ എടുത്തിട്ട് അത് ശുദ്ധിയാക്കി വെളിയിൽ കൊണ്ടുവരുമ്പോഴാണ്, അതിൻ്റെ തിളക്കം കാണുമ്പോഴാണ് വിലയറിയുന്നത്. അല്ലാതെ അത് അറിയാൻ കഴിയില്ല. ചില ആളുകൾക്ക് എന്നിൽ ഈ പ്രത്യേകതയുണ്ട്, എന്നിൽ ഈ താലന്ത് ഉണ്ട്, എന്നിൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഈ താലന്ത് ഉണ്ട് എന്നുള്ള വിഷയം അറിയാതെ തന്നെ അവർ അതിനെ മൂടിവെക്കുകയാണ്. ചില ആളുകൾക്ക് അറിയാമെങ്കിലും ഒരു താലന്ത് കിട്ടിയവൻ എന്താണ് ചെയ്തത്? കുഴിച്ചിടാനിടയായി. കുഴിച്ചിടുക എന്ന് പറയുമ്പോൾ അത് മറച്ചു വെച്ചു എന്നല്ല പറയുന്നത്, അത് കുഴിച്ചിടുകയായിരുന്നു. എങ്ങനെയാണ്? മണ്ണ് മാറ്റി കുഴിച്ച് അതിനുശേഷം മൂടിക്കളഞ്ഞു. കുഴിച്ചിടുക എന്ന് പറയുമ്പോൾ അടക്കം ചെയ്തു. അടക്കം ചെയ്യുന്ന ആരെയാണ്? ജീവിച്ചിരിക്കുന്നവരെ, മരിച്ചവരെയാണോ? നോക്കൂ, ആരെയാണ് അടക്കം ചെയ്യുന്നത്? അതായത് ഇതെനിക്ക് വേണ്ട, ഞാനിത് ഉപയോഗിക്കില്ല. ഒരുപക്ഷെ ദൈവം വന്ന് ചോദിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെത് തിരികെ കൊടുത്തേക്കാം എന്ന രീതിയിൽ അനേകം ആളുകൾ ഈ കാലത്ത് അവരുടെ താലന്തുകളെ കുഴിച്ചിടുന്നുണ്ട്, ഇന്ന് ഉപയോഗിക്കുന്നില്ല, അവയെ മൂടിവെക്കുന്നു. ഈ ദിവസം നിന്റെ കയ്യിൽ എന്തുണ്ട്? ഞാൻ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം എന്ന് പറയുന്നതായ വ്യക്തിയുടെ കയ്യിൽ തീർച്ചയായിട്ടും ബൈബിൾ ഉണ്ടായിരിക്കണം, തീർച്ചയായിട്ടും അവന് വിശ്വാസമുണ്ടായിരിക്കണം, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം. അതിനുശേഷം ഞാൻ എങ്ങനെ ഉപയോഗിക്കപ്പെടണം, എന്നെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ദൈവം ചോദിക്കും, നിന്റെ കയ്യിൽ എന്താണുള്ളത്? അജാനുബാഹുവായിരുന്ന ഗോലിയാത്തിനെ കൊല്ലുന്നതിന് വേണ്ടി ദൈവം ദാവീദിനെയാണ് ഉപയോഗിച്ചത്. ദാവീദിന്റെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്താണ്? അവന്റെ കയ്യിൽ എപ്പോഴും രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഒന്ന് 10 കമ്പിയുള്ള കിന്നരം, അടുത്തത് വെളിയിലേക്ക് പോകുമ്പോൾ ഒരു കവണയും. അതായത് കല്ല് വെച്ച് എയ്തുവിടുന്നതായ, 2 കമ്പുകൾക്കിടയിൽ വലിച്ചു കെട്ടിയതായ ഒരു വള്ളിയിൽ വെച്ച് എയ്തുവിടുന്നതായ ഒരു കവണ. ചെറിയ പക്ഷികളെ വേട്ടയാടുവാൻ ഉപയോഗിച്ചിരുന്നതായ കവണ. അതിനെ ദൈവം ഉപയോഗിക്കാനിടയായി. ശൗലിനെ ഭൂതം ബാധിച്ചു. മന്ത്രവാദികൾ വന്നു, ജ്ഞാനികൾ വന്നു, ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. വൈദ്യന്മാർ വന്നു, ഒരുപാട് പരിശ്രമം നടത്തി, പക്ഷെ പോകുന്നില്ല. എന്നാൽ ദാവീദ് കിന്നരവുമായിട്ട് വന്നു.
കിന്നരം വായിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദുരാത്മാവ് ശൗലിനെ വിട്ടിട്ട് കടന്നുപോയി. ചിലർ ഭൂതങ്ങളെ പുറത്താക്കുന്നതിന് വേണ്ടി ഒച്ചയും ബഹളവുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഭൂതത്തെ പുറത്താക്കുവാൻ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ നീ ആരാധിച്ചാൽ നിന്റെ അടുക്കിലേക്ക് പിശാച് വരില്ല. ആർക്കെങ്കിലും ഭൂതം ബാധിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നാമത് അവന് ഭയമാണ്, രണ്ടാമത് ദൈവത്തോട് അവന് കോപമുണ്ടെങ്കിൽ, ദൈവത്തോട് പിറുപിറുക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിശാച് അവൻ്റെ മേൽ അധികാരം കാണിക്കാനിടയാകും. ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയെ പിശാചിന് തൊടാൻ കഴിയില്ല. നിന്റെ കയ്യിൽ എന്താണുള്ളത്? നിന്റെ കയ്യിൽ എന്തുണ്ട്? സൂചിയുണ്ട്. സൂചി കണ്ടിട്ടുള്ളവർ കൈ ഉയർത്താമോ? സൂചി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിൽ സൂചി സൂക്ഷിച്ച് വച്ചിട്ടുണ്ടോ? അതോ ആവശ്യമുള്ളപ്പോൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്? വാങ്ങിക്കും, അത് കാണാതെ പോയി ഇവിടെ പോയെന്നറിയില്ല, പിന്നെയും വാങ്ങിക്കും, വീണ്ടും കാണാതെ പോവും, വീണ്ടും വാങ്ങും. അതോ ഉണ്ടോ? വീട്ടിലൊരു സൂചിയുണ്ടോ? വീട്ടിൽ ഒരു സൂചി, ഒരു കത്രിക, ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ, ഇവ വീട്ടിലുണ്ടെങ്കിൽ ഒരു പണി ചെയ്യുമ്പോൾ അത് ഉപയോഗപ്രദമാകും. അതുപോലെ ഒരു ചുറ്റിക, ശരിയല്ലേ? ഇവ ഉണ്ടെങ്കിലായിരിക്കും ആ പണി ചെയ്യുവാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ പണി ആയുധങ്ങളാണ്, എന്നാൽ ദൈവം അവയെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ പലപ്പോഴും ചെറിയ പണിയായുധങ്ങളായിട്ട് ദൈവം പലപ്പോഴും ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയും. സൂചി ഉപയോഗിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ഡോർക്ക, മറ്റൊരു പേര് തബീഥ. എന്താണ്? ഡോർക്ക സൂചി കൊണ്ട് വസ്ത്രങ്ങൾ തുന്നുമായിരുന്നു. അവൾ മരിച്ച സമയത്ത് ആ സഭയിലെ ആളുകളെല്ലാം കൂടെ വന്നിട്ട്, അയ്യോ, ദോർക്ക തയ്ച്ചു തന്ന തൂവാലയാണ്, ദോർക്ക തയ്ച്ചു തന്ന വസ്ത്രമാണിത് എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടുകൂടി അവളെക്കുറിച്ച് പുകഴ്ത്തി പറയുവാനിടയായി. എന്നിട്ട് പറഞ്ഞു, പത്രോസിനെ വിളിക്കുക, ഇവളെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞ് കരഞ്ഞ് പത്രോസ് വന്ന് ഉയർപ്പിക്കുന്നവരെ അവർ നിലവിളിച്ചു. അത്രത്തോളം സഭ അവളെ സ്നേഹിച്ചതായിട്ട് കാണാൻ കഴിയുന്നു. അവൾക്ക് ബന്ധുക്കളുണ്ടോ എന്ന് അറിയുവാൻ കഴിയില്ല, എന്നാൽ അത്രയും ആളുകൾ അവളെ സ്നേഹിക്കുവാനിടയായി. അതിനെ കർത്താവ് ഇടയാക്കിയത് എന്താണ്? അവൾ ഉപയോഗിച്ചത് എന്തായിരുന്നു? ഒരു സൂചി. ഞാനിങ്ങനെ വിചാരിക്കുന്നു, അവൾ ചർച്ചിലേക്ക് തന്നെ സൂചി കൊണ്ടുവന്ന് കാണും. നമ്മളാണെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓരോരോ ലോകകാര്യങ്ങൾ പറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ അവളെന്തായിരിക്കും ചെയ്തത്? സഹോദരി അവിടെ നിൽക്കൂ, നോക്ക്, നിങ്ങളുടെ സാരി അല്പം കീറിയിരിക്കുന്നു, പേടിക്കണ്ട, എൻ്റെ കയ്യിൽ സൂചിയുണ്ട്, ഞാൻ തയ്ച്ചു തരാം എന്ന് പറഞ്ഞു കാണും. എന്നിട്ട് തയ്ക്കുന്നതായ സമയത്ത് ചോദിക്കും, പ്രാർത്ഥനയൊക്കെ എങ്ങനെ? നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? എനിക്ക് പോകണം, നിൽക്ക്, ഇപ്പം തയ്ച്ചു തരാം. പിന്നെ മക്കളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? അയ്യോ, എനിക്ക് പോകണ സമയമായി, നിൽക്ക്, 2 തയ്യൽ കൂടെയുള്ളൂ. അവൾ തയ്ച്ചുകൊണ്ട് എന്താണ് പറയുന്നത്? അപ്പോൾ യൗവനക്കാരനായ ഒരു ബ്രദർ അതിലെ പോവുകയാണ്. അപ്പോൾ, മോനെ, ഒരു നിമിഷം നിൽക്ക്, നിന്റെ ഷർട്ടിന്റെ ബട്ടൺ പൊട്ടിപ്പൊരിക്കും, ഞാൻ തയ്ച്ചു തരാം എന്ന് പറഞ്ഞിട്ട്, ഞാൻ നിനക്ക് തയ്ച്ചു തരാമെന്ന് പറയുന്നു. എന്നിട്ട്, മോനെ, മനസാന്തരപ്പെട്ടോ? അപ്പനെയും അമ്മയും അനുസരിക്കുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കാറുണ്ടോ? എന്താണ്? ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം കൊടുത്തു, ബലമില്ലാത്തവരെ ബലപ്പെടുത്തി. എന്താണ്? രക്ഷയുടെ മാർഗത്തിലേക്ക് അവരെ നടത്തുവാനിടയായി. അതുകൊണ്ട് അവളെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. നിന്റെ കയ്യിലിരിക്കുന്ന സൂചിയെപ്പോലും ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ കർത്താവിലേക്ക് നടത്തുവാൻ കഴിയും. നിന്റെ കയ്യിൽ പണമൊന്നുമില്ല എങ്കിലും നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ദൈവം ഉപയോഗിക്കും. ഒന്നുമില്ലെന്ന് മാത്രം പറയരുത്. അതുമാത്രം നിങ്ങൾ പറയരുത്. 5 അപ്പവും 2 മീനും അനുഗ്രഹിച്ചു കൊടുത്തപ്പോൾ ആദ്യം കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? ശിഷ്യന്മാർ ആഹാരത്തിന്റെ കാര്യത്തിൽ കണക്കുകൂട്ടി ഒരു വലിയ തുക പറയാനിടയായി. കർത്താവ് പറഞ്ഞു, അതല്ല, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് പറയുക. അപ്പോൾ ഒരു ബാലൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന്. കൊണ്ടുവരിക. കർത്താവ് അതിനെ അനുഗ്രഹിച്ചപ്പോൾ എന്തു സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവർ തിന്നു തൃപ്തരായി. 12 കുട്ട അപ്പം ബാക്കി വരുവാനിടയായി. ഒരു വിധവ ഓടി വരാനിടയായി. എന്നിട്ട് എലീശ പ്രവാചകനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് കടം വരുത്തി വെച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ടു പോകാൻ പോകുന്നു, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ശരി സഹോദരി എന്ന് പറഞ്ഞിട്ട് ഒരു 2 ലക്ഷം രൂപ കൊടുത്ത് അയച്ചോ. എന്താണ് പറഞ്ഞത്? നിന്റെ കയ്യിൽ എന്തുണ്ട്? നിന്റെ ഭവനത്തിൽ എന്തുണ്ട്?
അയ്യോ ദേവദാസ, എൻ്റെ വീട്ടിൽ എന്തുണ്ടാകാൻ? ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കടം വീട്ടാൻ വിറ്റുകളഞ്ഞു. സ്വർണവും അതുപോലെ വെള്ളിപ്പാത്രങ്ങളും ചെമ്പും ഇരുമ്പും എല്ലാം വിറ്റുകളഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു മൺഭരണിയുണ്ട്. അതിൻ്റെ അടിയിൽ ഒരൽപ്പം എണ്ണ മാത്രമുണ്ട്. അതല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴെന്താണ് പറഞ്ഞത്? ശരി, അത് കൊണ്ടുവരിക. നിങ്ങളൊരു കാര്യം ചെയ്യുക, അയൽ ഭവനങ്ങളിൽ ചെന്നിട്ട് പാത്രങ്ങൾ കടം വാങ്ങുക, ആ എണ്ണ കൊണ്ടുവരുന്ന പാത്രങ്ങളിൽ ഒഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ, എന്തൊരു പ്രവാചകനാണ്! നിങ്ങൾക്കെന്താ വിവരമില്ലേ? ആകപ്പാടെ അല്പമേ എണ്ണയുള്ളൂ, അത് മറ്റു പാത്രങ്ങളിൽ ഒഴിക്കാൻ പറയുന്നു. എന്താണ്? ഞാൻ ഏതായാലും എനിക്ക് അബദ്ധം പറ്റി വന്നതാണ് എന്ന് പറഞ്ഞ് തിരികെ പോകാനിടയായോ? തിരികെ പോയില്ല. പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. കടഭാരമെല്ലാം നീക്കുവാൻ ഇടയായി. കടമെല്ലാം തീർന്നതിന് ശേഷം വീണ്ടും ഒരുപാടെണ്ണ ബാക്കി വന്നു. തൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയായി കഴിയാനുള്ള സമൃദ്ധി ഉണ്ടായി. നിന്റെ കയ്യിൽ എന്തുണ്ട്? നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ദൈവം ഉപയോഗിക്കാനിടയാകും. നിന്റെ ആ എഴുത്തിനെ, നിന്റെ ആ ശബ്ദത്തെ, നിന്റെ ആ ജ്ഞാനത്തെ, നിന്റെ മനസ്സിനെ, നിനക്കെന്താണോ പ്രത്യേകതയുള്ളത് അത് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. അത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ദൈവം ഉപയോഗിക്കും. എന്ത് ഉപയോഗിച്ചാലും അതിൽ കൂടി ദൈവരാജ്യത്തിലേക്ക് ആത്മാക്കളെ നേടുവാൻ കഴിയണം. ചിലരെ രോഗസൗഖ്യത്തിന് വരമുള്ളവരായും, ചിലർ അന്യഭാഷ സംസാരിക്കുന്ന വ്യക്തികളായിട്ടും, ചിലരെ സഹായം ചെയ്യുന്ന വ്യക്തികളായിട്ടും, അതുപോലെ മറ്റു ചിലരെ ഉപദേശിക്കുന്നവരായിട്ടും, അങ്ങനെ വിവിധ വരങ്ങൾ കൊടുത്തിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ രാജ്യം പണിയുക, സഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. സിറിയ രാജ്യത്തിൽ, സിറിയ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഭയങ്കര ഒരു രാജ്യമാണ്. നിങ്ങൾ ഇടയ്ക്കൊക്കെ ന്യൂസിൽ കേൾക്കാറുണ്ടല്ലോ. അങ്ങനെയുള്ളതായ ദേശത്ത്, ക്രൂരമായ, ദൈവനാമത്തിന് ഇടമില്ലാത്തതായ ആ രാജ്യത്ത് ഒരു ഇസ്രായേൽ പെൺകുട്ടി പണിക്കാരിയായിട്ട് നിൽക്കാനിടയായി. ആ പെൺകുട്ടിക്ക് കൂടി വന്നാൽ 14, 15, 16 വയസ്സുണ്ടായിരിക്കാം. ഇസ്രായേലിൽ നിന്ന് ആടുകളെ പിടിച്ച സമയത്ത് ഈ പെൺകുട്ടിയെ അവർ പിടിച്ചുകൊണ്ടുവരാനിടയായതാണ്. വേലക്കാരിയായിട്ട് ഒരു വീട്ടിൽ നിർത്താനിടയായി. സ്വന്തം ദേശം വിട്ടിട്ട് മറ്റൊരു ദേശത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വന്തക്കാരാരുമില്ലാതിരിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും പറയുക? ഡിപ്രഷനിലായിരിക്കണം, നിരാശയിലായിരിക്കണം, അല്ലെങ്കിൽ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നവളായിരിക്കും. നായമാനെ കൊണ്ട്, ഇവിടുത്തെ യജമാനത്തെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞോ? വഴക്ക് പറഞ്ഞോ? ചീത്ത പറഞ്ഞോ? എന്താണ് ചെയ്തത്? ഒരു ദിവസം തൻ്റെ യജമാനത്തിയോട് അവൾ ചെന്ന് പറയുകയാണ്, അമ്മാ, നമ്മുടെ യജമാനൻ ഞങ്ങളുടെ രാജ്യത്തുണ്ടായിരുന്ന എലീശ പ്രവാചകന്റെ അടുക്കലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അദ്ദേഹം അത്ഭുതകരമായി സൗഖ്യം കൊടുക്കും എന്ന് ചെറിയൊരു സാക്ഷ്യം പറഞ്ഞു. അവളുടെ കയ്യിൽ ബൈബിളിലായിരുന്നു. അവൾ ഒരു അടിമ പെൺകുട്ടിയായിട്ട് വീട്ടിൽ നിൽക്കുകയാണ്. അവൾ വേലക്കാരിയായിരുന്നു. എന്നാൽ ദൈവം അവളെ ഉപയോഗിച്ചു. അവളുടെ ആ വാക്ക്, അവൾ പാട്ടുപാടിയില്ല, അവൾ പ്രസംഗിച്ചില്ല, അവളുടെ വാക്കു നിമിത്തം നയമാൻ ഇസ്രായേൽ രാജ്യത്തിലേക്ക് കടന്നു വരികയും അവിടെ നിന്ന് സൗഖ്യം പ്രാപിച്ച് തിരികെ പോവുകയും ചെയ്യുവാനിടയാക്കി. യേശുവിനെക്കുറിച്ചുള്ളതായ സുവിശേഷം അന്ന് ഇസ്രായേൽ രാജ്യത്തുണ്ട്. എന്നാൽ ആ സുവിശേഷത്തെ മറ്റൊരു രാജ്യത്തിലേക്ക് ഒരു എയ്റോപ്ലെയിനിൽ കൂടി പ്രചരിപ്പിക്കുന്നതിന് പകരമായിട്ട് ഇതാ ഒരു പണിക്കാരത്തിയായ പെൺകുട്ടി ഒരു സൈന്യാധിപനെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാനിടയാക്കി. അതെ, നീ പണി ചെയ്യുന്ന സ്ഥലത്ത്, നീ ജോലി ചെയ്യുന്നതായ ഇടത്ത്, ഡോക്ടറിന്റെ അരികിൽ, നിന്റെ അധികാരിയുടെ അരികിൽ, നിന്റെ സഹപ്രവർത്തകന്റെ അരികിൽ, നിന്റെ കോളേജിൽ, നിന്റെ ഹോസ്റ്റലിൽ, നിന്റെ യൂണിവേഴ്സിറ്റിയിൽ ദൈവം നിന്നെ ഉപയോഗിക്കാനാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് തിരിയാനാണ് ഇടയാകേണ്ടത്, അല്ലാതെ നീ അവരിലേക്ക് തിരിയുവാൻ പാടില്ല. എന്നാൽ വിചിത്രം എന്താണെന്ന് വെച്ചാൽ, ഇന്നുള്ള വിശ്വാസികൾ അവിശ്വാസികളുടെ ഇടയിലേക്ക് പോകുമ്പോൾ അവിശ്വാസികളെ വിശ്വാസികളാക്കി മാറ്റുകയാണോ, അതോ ഉള്ള വിശ്വാസം തകർക്കുകയാണോ ചെയ്യുന്നത്? എന്താണെന്നും മിണ്ടാത്തത്? ഒരു 6 മാസം കൂടെ താമസിക്കുമ്പോൾ അവർ ഇവരെ പോലെ ആകുമോ, ഇവർ അവരെ പോലെയാകുമോ? ശ്രദ്ധിക്കുക, എത്രയോ തവണ ദൈവം നിന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി മറ്റുള്ളവരുടെ മുമ്പിൽ അയക്കുമ്പോൾ അത് പ്രയോജനപ്രദമാകാറുണ്ട്. നിന്റെ താലന്തിനെ ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. നിന്റെ കയ്യിലുള്ളതിനെ ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. നീ ദൈവം മുമ്പാകെ സമർപ്പണത്തോടെയായിരുന്നാൽ അവൻ്റെ സാക്ഷിയായിട്ട് ദൈവം നിന്നെ നിർത്തും. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് യേശുക്രിസ്തു പറഞ്ഞതായ വിഷയങ്ങൾ ദൈവദാസനും സുവിശേഷകരും
മാത്രം സുവിശേഷം പ്രചരിപ്പിച്ചാൽ മതി, അവർ മാത്രമാണ് ദൈവത്തിൻ്റെ കരത്താൽ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് സത്യമല്ല. ദൈവം സഭയിലുള്ളതായ എല്ലാ വ്യക്തികളെയും ഉപയോഗിക്കാനായി ആശിക്കുന്നു. ഓരോ വിശ്വാസിയും ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം. ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പ്രത്യേകമായ ഉദ്ദേശങ്ങൾ ഉണ്ട്. ഓരോ വിശ്വാസിക്കും ഓരോ പണിയുണ്ട്. സമാഗമന കൂടാരത്തിൽ ഫലകങ്ങൾ വയ്ക്കുമായിരുന്നു. അവയെല്ലാം തന്നെ വ്യത്യാസമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ അവ ചേർത്ത് വെച്ച് കെട്ടുന്നതായ സമയത്ത് അത് ചേർന്നൊരു മതിൽ പോലെ ആകുന്നതായിട്ട് കാണുമായിരുന്നു. ഇന്നുള്ളതായ വിശ്വാസികൾ അങ്ങനെ ഐക്യമത്യത്തോടു കൂടി ഒരാളോട് യോജിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഉപയോഗിക്കപ്പെടണം. ദൈവം അതിനാണ് വ്യത്യസ്തമായ താലന്തുകൾ തന്നിരിക്കുന്നത്. നിന്നിലുള്ളത് മറ്റൊരാൾക്ക് കാണില്ലായിരിക്കാം. അവരിലുള്ള കഴിവ് നിനക്ക് കാണില്ലായിരിക്കാം. അതുകൊണ്ട് ഞാനാണ് വലുത് എന്ന് നീ പറയുകയാണെങ്കിൽ നിന്നെക്കുറിച്ച് നിനക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയില്ല. അതുപോലെ മറ്റുള്ളവർക്ക് നീ ഉപയോഗപ്രദമായി മാറുകയില്ല. ഒരു ദിവസം ഒരു കാർപ്പൻ്ററിൻ്റെ വീട്ടിൽ ആയുധങ്ങളെല്ലാം കൂടി കലഹിക്കുകയാണ്. അവിടെ വ്യത്യസ്തമായ ആയുധങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാർപ്പൻ്റർ വീട്ടിൽ എന്തെല്ലാം ആയുധങ്ങളുണ്ട്? വാള്, പിന്നെന്താണ്? ചുറ്റിക കൂടാതെ പിന്നെന്താണ്? സ്ക്രൂ ഡ്രൈവർ, പിന്നെ ചിന്തേര്. അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? ചിന്തേര്, അതുപോലെ വലിയ സ്കെയില്, ഉളി, ഇവയൊക്കെയുണ്ട്. അവയെല്ലാം കൂടി ഒരു ദിവസം തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ്. എന്താണ്? ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയവൻ, ഞാനില്ലെങ്കിൽ കാർപ്പൻ്ററിന് ഒരു പണിയും ചെയ്യുവാൻ കഴിയില്ല, ഞാനാണ് പ്രധാനപ്പെട്ട വ്യക്തി, ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞ് പരസ്പരം തല്ലുകൂടുകയാണ്. ആദ്യം വാളാണ് മുമ്പോട്ട് വന്നത്. എടേയ്, ആ പലക ഞാൻ ബറാ 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 എന്ന് അറുത്തില്ലെങ്കിൽ ആ പലകയ്ക്ക് എന്തെങ്കിലും ഷേപ്പ് ഉണ്ടാകുമായിരുന്നോ? അപ്പോൾ ആ ചിന്തേര് കടന്നു വന്നു. ചിന്തേര് വന്നിട്ട് പറയാണ്, നീ എത്രത്തോളം മുറിച്ചാലും ഞാൻ അതിനെ ചുഷു 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 എന്ന് മിനുസമാക്കിയില്ലെങ്കിൽ അത് മിനുക്കമുണ്ടായിരിക്കുമോ? അടുത്ത ആൾ വന്ന് പറഞ്ഞു, നിങ്ങൾ എത്ര കഷ്ണം കഷ്ണമാക്കിയിട്ടാലും ഞാൻ വന്നിട്ട് ആണി വെച്ച് ഠപ്പാ ഠപ്പാ എന്ന് അടിച്ചില്ലെങ്കിൽ അതൊക്കെ ചേരുമോ? അപ്പോൾ ഒരാൾ വന്നു, നിനക്കെങ്ങനെ അടിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. നീ അങ്ങനെ ആണി വെച്ചടിക്കുമ്പോൾ ചില പലകൾ പൊട്ടിപ്പോകാറുണ്ട്. ഞാനാണെങ്കിൽ വന്ന് സ്മൂത്തായിട്ട് എന്ന് സ്ക്രൂ ഡ്രൈവർ വന്ന് പറയാനിടയായി. നിന്നെപ്പോലെ വെറുതെ അടാപിടി കാണിക്കത്തില്ല, ഞാൻ വളരെ സ്മൂത്തായിട്ട് നൈസായിട്ട് ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം എങ്ങനെയൊക്കെ പണി ചെയ്താലും അത് നേരെ ഇരിക്കണമെങ്കിൽ സ്കെയിലായ ഞാൻ ഉണ്ടായിരിക്കണമല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയാണ്. നസ്രത്തിൽ നിന്ന് ഒരു തച്ചൻ കടന്നു വന്നു. നസ്രത്തിൽ നിന്ന് വന്ന തച്ചൻ ആരാണ്? നമ്മുടെ യേശു കർത്താവ്. ചോദിച്ചു, എന്താണ് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത്? നോക്കൂ, ഞാൻ പ്രധാനിയല്ലെന്ന് പറയുന്നു. ഞാനില്ലെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലേ, ഞാൻ പ്രധാനപ്പെട്ട വ്യക്തിയല്ലേ? വാളെ അവിടെ പോയിരിക്കുക, ചുറ്റികെ അങ്ങോട്ട് മാറ്, സ്ക്രൂ ഡ്രൈവറെ അങ്ങോട്ട് മാറിയിരിക്കുക. അങ്ങനെ അവരവരുടെ സ്ഥലത്ത് പോയി മൗനമായിരിക്കുക. ഞാൻ വിളിക്കുമ്പോൾ മാത്രം വരിക, ഞാൻ ചെയ്യുവാൻ പറയുന്ന പണി മാത്രം ചെയ്യുക. അതല്ലാതെ നിങ്ങൾ സ്വയമായിട്ട് ചെയ്താൽ ഒന്നും നടക്കില്ല. നിങ്ങൾക്കെത്ര കഴിവുണ്ടെങ്കിലും എത്ര ബലമുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ നിങ്ങൾ ഉപയോഗിക്കപ്പെട്ടില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഒരു തടി കൊണ്ടുവന്നിട്ടു വാളിനോട് പറഞ്ഞു, വരൂ വാളെ, മുറിക്കൂ. മുറിച്ചു. നീ വാ, ചിന്തരിടൂ. ചിന്തരിട്ടു, പൊക്കോ. അങ്ങനെ എല്ലാ ആയുധങ്ങളും കൊണ്ടുവന്ന് ഒരു മനോഹരമായ പുൾപിറ്റ് ഉണ്ടാക്കുവാനിടയായി. എന്നിട്ട് അവസാനം ആയുധങ്ങളെല്ലാം നോക്കിയിട്ട് അവൻ ചോദിച്ചു, ഇതാരാണ് നിർമ്മിച്ചത് എന്ന്. എല്ലാവരും അതിശയിച്ച് നോക്കിയിട്ട് ഞാൻ എന്ന് പറയുന്നതിന് പകരം ഞങ്ങളാണ് എന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് പറയുകയാണ്, അയ്യോ ഞങ്ങളല്ല ചെയ്തത്, നീയാണ്, ഞങ്ങൾ ഒന്നുമില്ല, ഞാൻ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല.
നമ്മൾ എല്ലാവരും കൂടുമ്പോഴാണ് എന്തെങ്കിലും ചെയ്യുന്നത്. അതാണ് ദൈവത്തിന്റെ സഭ. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത്. അതാണ് സഭ, അതാണ് ദൈവസഭ. പാസ്റ്ററിന് തന്നെ എന്തു ചെയ്യാൻ കഴിയും? പാട്ട് പാടുന്നവന് തന്നെ എന്തു ചെയ്യാൻ കഴിയും? കീബോർഡ് വായിക്കുന്നവന് തന്നെ എന്തു ചെയ്യാൻ കഴിയും? തബല വായിക്കുന്നവന് തന്നെ എന്തു ചെയ്യാൻ കഴിയും? എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളില്ലെങ്കിൽ എന്തു ചെയ്യാൻ കഴിയും? ദൈവം ഓരോരോ വ്യക്തികളെ ഓരോരോ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ദൈവം എല്ലാവരെയും ഒരുക്കിയിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചിലരെ വെളിയിൽ കാണും, ചിലരെ വെളിയിൽ കാണുകയില്ല. ചിലർ മുൻപിലേക്ക് കടന്നു വരും, മറ്റു ചിലർ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാവരും ഒരുപോലെയാണ്. എന്നെക്കുറിച്ചേ ദൈവം ഉപയോഗിക്കുന്നുള്ളൂ, മറ്റുള്ളവരെ കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. എനിക്ക് അവനെപ്പോലെ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അവൻ എന്നെപ്പോലെ കഴിയില്ല എന്ന് പറയുന്നത് അജ്ഞാനമാണ്. ചിലർ പ്രസംഗം ചെയ്യുന്നത് കൂടം വെച്ച് അടിക്കുന്നത് പോലെയാണ്. എടാ, നീ ശരിയാവില്ല, നീ ഇങ്ങനെ ദൈവത്തെ അറിയാതെ പോയാൽ നിന്റെ ജീവിതത്തിൽ നാശമുണ്ടാകും. അങ്ങനെയുള്ള ഉപദേശങ്ങളില്ലാതെ ചില പാറകൾ പൊട്ടുകയില്ല. അങ്ങനെയുള്ള ഉപദേശവും വേണം. എന്നാൽ മറ്റു ചിലർ വേദനിക്കുകയാണോ, ദുഃഖത്തോടെ ഇരിക്കുകയാണോ, നിരാശയോടെ ആയിരിക്കുകയാണോ? എന്താണ്? എത്തരത്തിലുള്ള ശുശ്രൂഷയാണത്? ആശ്വസിപ്പിക്കുന്ന ശുശ്രൂഷ, അതുപോലെ കണ്ണിക്കുന്ന ശുശ്രൂഷ. ദൈവത്തിന്റെ കൽപ്പനകൾ ഹൃദയത്തിൽ ആഴമായി പതിയുന്നതിന് ദൈവം പലതരത്തിലുള്ള ആളുകളെ ഉപയോഗിച്ചു. ചിലരെ ആശ്വാസത്തിനു വേണ്ടി ഉപയോഗിച്ചു, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ സഹായം ചെയ്യുന്നവരായി, ചിലരെ അന്യഭാഷ സംസാരിക്കുന്നവരായി, മറ്റു ചിലരെ അന്യഭാഷ തർജ്ജമ ചെയ്യുന്നവരായിട്ട് ദൈവം ഉപയോഗിച്ചിരിക്കുന്നു. പലതരത്തിലുള്ള വരങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ രാജ്യത്തെ പണിയുക, സഭയുടെ വിസ്താരത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. പുരുഷന്മാരെ മാത്രമേ ദൈവം ഉപയോഗിക്കുകയുള്ളൂ, അതോ സ്ത്രീകളെയും ഉപയോഗിക്കുമോ? എന്താണ് ആലോചിക്കുന്നത്? പുരുഷന്മാർ മറുപടി പറയണ്ട, സ്ത്രീകൾ പറയുക സഹോദരി. ഉപയോഗിക്കുമോ? നിങ്ങൾ ഉപയോഗിക്കപ്പെടാറുണ്ടോ? ഉപയോഗിക്കപ്പെടാറുണ്ടോ? ഒരു മാതാവിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിശ്വാസ വീരനെ എഴുന്നേൽപ്പിക്കും. ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ദേശത്തെ മുഴുവൻ മാറ്റിമറിച്ചു. ആരാണ് സ്ത്രീ? ആരാണ് പറയുക? 5 പേരുമായിട്ട് ബന്ധം വേർപെടുത്തി 6ാമതൊരാളെ കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നു. ലോകത്തിന്റെ ദൃഷ്ടിയിൽ നീചയായവൾ, ലജ്ജയില്ലാത്തവൾ, ലോകദൃഷ്ടിയിൽ ഒന്നിനും കൊള്ളാത്തവൾ. എന്നാൽ ദൈവം അവളെ നേരെയാക്കിക്കൊണ്ട് ദൈവം ഉപയോഗിച്ചപ്പോൾ ശമരിയക്കാർ എല്ലാവരും കടന്നു വന്നിട്ട് അവൾ പറഞ്ഞ വാക്കു നിമിത്തം ഞങ്ങൾ ലോകരക്ഷകനായ യേശുവിനെ കണ്ടുവെന്ന് പറയാനിടയായി. ദൈവം ഉപയോഗിക്കും. വേദപുസ്തകത്തിൽ സ്ത്രീകളെക്കുറിച്ച് കാണാം. ദൈവം ഉപയോഗിച്ചതാണ്. എന്നാൽ അവരുടെ ശുശ്രൂഷ രീതികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, അവർ ഉപയോഗിക്കപ്പെട്ടതായ രീതി നോക്കുകയാണെങ്കിൽ എവിടെയും നിശബ്ദമായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. സാധാരണക്കാരായി നിന്നതായിട്ട് കാണാം. എന്നാൽ അവരിൽ കൂടി ദൈവം വൻ കാര്യങ്ങൾ ചെയ്തതായിട്ട് കാണാൻ കഴിയും. ഞാൻ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കപ്പെടണം എന്നുള്ള ആശ നിനക്കുണ്ടെങ്കിൽ, ഒരു വലിയ യന്ത്രം കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാറിൻ്റെ എഞ്ചിനെക്കുറിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. ഒരുപാട് സ്ക്രൂസുകൾ, ബോൾട്ടുകൾ, ഓരോരോ ഭാഗങ്ങൾ, അതുപോലെ തന്നെ പിസ്റ്റണുകൾ കാണാം, അതുപോലെ വീലുകൾ കാണാം. എഞ്ചിൻ്റെ പാർട്സുകളെല്ലാം കലഹിച്ചുകൊണ്ട് ഞാനാണ് വലിയവനെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എഞ്ചിനാണോ വലുത്, അതോ എഞ്ചിൻ്റെ ഭാഗങ്ങളാണോ, അതിലുള്ള സ്ക്രൂസുകളാണോ? സ്ക്രൂവ്, അതുപോലെ ബോൾട്ടുകളുണ്ട്. ബോൾട്ടും സ്ക്രൂവും ബോൾട്ടും തമ്മിൽ വ്യത്യാസം പറയുമ്പോൾ, സ്ക്രൂ എന്ന് പറയുമ്പോൾ അത് മുറുക്കുന്നതാണ്. എന്നാൽ ബോൾട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് മറ്റൊരു നട്ടുണ്ടായിരിക്കും. ആ നട്ട് ഊരിപ്പോയാൽ എന്തായിത്തീരും? ആ ബോൾട്ട് പണി ചെയ്യുമോ? ആ ബോൾട്ട് ഇല്ല എങ്കിൽ പിന്നെ എഞ്ചിനോടുമോ? എഞ്ചിൻ പ്രവർത്തിക്കുമോ? അത് പൊട്ടിപ്പോകും. ദൈവം നിന്നെ ഒരു എഞ്ചിനായിട്ട് ഉപയോഗിക്കാന്, അല്ലെങ്കിൽ ഒരു ബോൾട്ടായിട്ട് ഉപയോഗിക്കുവാൻ, ചെറിയൊരു ആയുധമായിട്ട് ഉപയോഗിക്കാനായിരിക്കാം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ എന്തിനാണ് ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത്? അവനെപ്പോലുള്ള കഴിവ് എനിക്കുണ്ട് എങ്കിൽ
അവൻ്റെ സ്ഥാനം എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ ചില ആളുകൾ പോരാട്ടം നടത്താറുണ്ട്. അവരെല്ലാം കയറി നിൽക്കുന്നു, ഞങ്ങൾ കസേരയിലിരിക്കണം, അവർ നല്ലവണ്ണം പാട്ട് പാടുന്നു, ഞങ്ങൾ മാറി നിൽക്കണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവ അറിവില്ലായ്മയാണ്. ശ്രദ്ധിക്കുക, ദൈവം ഒരു ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് പോലെ സഭയിലുള്ള എല്ലാ വിശ്വാസികളെയും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ശരീരത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ശരീരത്തിൽ എത്ര അവയവങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ശരീരത്തിലുള്ള അവയവങ്ങളെല്ലാം തന്നെ ഒരുപോലെയാണോ ഇരിക്കുന്നത്? കണ്ണുപോലെയാണോ മൂക്കുള്ളത്? മൂക്ക് പോലെയാണോ ചെവിയുള്ളത്? എന്താണ്, കൈകളെപ്പോലെയാണോ കാലിരിക്കുന്നത്? കാലുകളെപ്പോലെയാണോ കൈയിരിക്കുന്നത്? ഏതാണ് പ്രധാനപ്പെട്ടത്? കൈ പറയുകയാണ് ഞാനാണ് വലുത് എന്ന്. അപ്പോൾ കണ്ണിൻ്റെ സ്ഥാനത്ത് ഒരു കൈ, അതുപോലെ മൂക്കിൻ്റെ സ്ഥാനത്ത് മറ്റൊരു കൈ, കാലിൻ്റെ സ്ഥാനത്ത് ഒരു കൈയും, അങ്ങനെ ശരീരം മുഴുവൻ കൈയാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കൈകൊണ്ട് മാത്രം എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? ദൈവം വിവിധ തരത്തിലുള്ളതായ അവയവങ്ങൾ ശരീരത്തിന് തന്നിട്ടുണ്ട്. ഇവയെല്ലാം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത്. വിവിധ ഭാഷകളിൽ നിന്ന്, വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തു കൊണ്ടുവരാനിടയായി. വിവിധ സാഹചര്യത്തിൽ നിന്ന് നമ്മെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കുറവുകളെല്ലാം നികത്തി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എനിക്ക് ദൈവത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കപ്പെടണം എന്ന ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ അത് മതി, ദൈവം നിന്നെ ഉപയോഗിക്കാനിടയാകും. ദൈവം തൻ്റെ നാമമഹത്വത്തിനായി നിന്നെ ഉപയോഗിക്കുവാനായി എപ്പോഴും ഒരുക്കമുള്ളവനാണ്. എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, എന്നെ നിനക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? എന്നെക്കൊണ്ട് നിനക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ? കർത്താവിൻ്റെ കരത്തിൽ ഉപയോഗിക്കപ്പെടുവാൻ എനിക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ എന്ന് ഒരു നിമിഷം ചോദിക്കുക. കർത്താവേ, നിന്റെ രാജ്യവിസ്തൃതിക്ക് വേണ്ടി എന്നെയും നീ ഉപയോഗിക്കണമേ. എൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല, എന്നാൽ എൻ്റെ ബലഹീനതകളെ ബലമായി മാറ്റുന്നതായ കർത്താവുണ്ട്. എൻ്റെ കയ്യിൽ ധനമോ വസ്തുവോ ഒന്നുമില്ല, എന്നാൽ നിന്റെ ജീവനുള്ളതായ വചനം എൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. നിന്റെ മഹത്വത്തെയും നിന്റെ ശക്തിയെയും ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ. വായു തുറന്ന് പ്രാർത്ഥിക്കുക. 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥന ചെയ്യാം. പ്രാർത്ഥന. പരിശുദ്ധനെ, ഒരു നിമിഷം ഞങ്ങളെ നോക്കണമേ. എങ്ങനെ ഉപയോഗിക്കപ്പെടണമെന്നറിയാതെ, എന്തു ചെയ്യണമെന്നറിയാതെ, എന്നിൽ എന്ത് മഹത്വമാണ് ഉള്ളതെന്ന് അറിയാതെ നിരാശയോടെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കഴിവുകളല്ല, ഞങ്ങളുടെ ബലമല്ല, ഞങ്ങളുടെ സമർപ്പണമാണ് നിനക്ക് വേണ്ടതെന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് നന്ദി കരയറ്റുന്നു. ഇതാ ഞങ്ങളുടെ ജീവിതങ്ങൾ നിനക്കായി സമർപ്പിക്കുന്നു. നിന്റെ ഹിതപ്രകാരം ഞങ്ങളെ ഉപയോഗിക്കണമേ. നിന്റെ ഹിതമനുസരിച്ചുകൊണ്ട് ഉപയോഗിക്കണമേ. പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് വിചാരിച്ചു നടക്കുന്നു. അവൻ്റെ കയ്യിൽ ഞങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ ഇടയാകരുത്. അവൻ ഉപയോഗിച്ച് ഞങ്ങളുടെ ജീവിതം നാശമായി പോയിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ശൂന്യമായിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പലവിധമായ രോഗങ്ങൾ തന്നിട്ട് അവൻ ഞങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ദുഷ്ടനായ പിശാചിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിലേക്ക്, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന യേശുവിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നിന്റെ കരത്തിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ, നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുവാൻ ഞങ്ങളെല്ലാം സഹായിക്കുമാറാകണമേ. ഇപ്പോൾ വരെ ഞങ്ങളുടെ കൂടെയിരുന്ന കർത്താവെ ബലപ്പെടുത്തണമേ. പിരിയുന്ന ഞങ്ങളോട് നിന്റെ സാന്നിധ്യം കൂടെയിരിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 യേശുവേ